മമ്മി, മമ്മിക്കറിയായിരുന്നോ ഇതൊക്കെ? മമ്മിയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് മറച്ചു വെച്ചത്. പറ മമ്മി, എന്താ ഞങ്ങൾ വിശ്വസിക്കേണ്ടേ? മമ്മിയും കൂടി ഞങ്ങൾ പച്ചക്കായിരുന്നോ? ചോദിക്കും നിന്റെ പപ്പയോട്. മമ്മിയെക്കാൾ ഇഷ്ടം പപ്പയോടാണെന്ന് പറയാറില്ലേ രണ്ടുപേരും? ഒന്നിച്ചിരുന്ന് മമ്മിയുടെ കൾച്ചറിനെ കുറിച്ച് വിമർശിക്കാറില്ലേ? മമ്മി, ഞാൻ ഉറക്കെ സംസാരിക്കും. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാലും പറയും. മമ്മി കൾച്ചർലെസ്സാ. പക്ഷേ ഇന്ന് വരെ നിങ്ങളുടെ പപ്പയോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആൾക്കൂട്ടത്തിനിടയിൽ ജസ്റ്റിസ് മാധവൻ നായരുടെ ഭാര്യ പദവിക്ക് കിട്ടുന്ന സ്വീകരണങ്ങൾ കാണുമ്പോൾ ഓരോ നിമിഷവും ഞാൻ അഭിമാനിച്ചിരുന്നു എന്റെ ജന്മത്തെക്കുറിച്ച്. പക്ഷെ ഇപ്പൊ തല കുനിച്ചിരുന്ന ഒരു നിമിഷം കൊണ്ട് എന്നെയും നിങ്ങളെയും ഈ ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞവരാക്കി നിങ്ങളുടെ പപ്പ. ചതിയനാ. എന്നെയും നിങ്ങളെയും ഒരുപോലെ ചതിച്ചവരാ ജസ്റ്റിസ് മാധവൻ നായർ. Cheat. He is a cheat. ചതിയായിരുന്നു. ആ കുഞ്ഞ് ജീവിച്ചില്ലെന്ന് എന്തിനെന്നോട് കള്ളം പറഞ്ഞു? ഇത്രയും വർഷം വിളിക്കാറുണ്ടായിരുന്നില്ലേ ഞാൻ? എപ്പോഴെങ്കിലും എന്നോടൊന്ന് സൂചിപ്പിക്കാറുന്നില്ലേ? ഇപ്പൊ സംഭവിച്ചൊന്നും കാര്യാക്കണ്ട. കുട്ടികളുടെ ഒരു വിവരക്കേട് അങ്ങനെ കരുതിയാൽ മതി. മാധവൻ നായർ സമാധാനായിട്ട് എവിടേക്ക്? സമാധാനത്തിന് വേണ്ടി ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? ഇവിടുന്ന് ഇറങ്ങിപ്പോയ നളിനിയും മക്കളും എന്നെ കാത്തിരിക്കുന്നത് സമാധാനിപ്പിക്കാനാണോ? മരിച്ചുപോയ പാർവതിയുടെ ആത്മാവും ജീവിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മനസ്സും എന്നെ സമാധാനിപ്പിക്കാനുള്ളതാണോ? പറ. ഇത്രയ്ക്ക് ദുഷ്ടത കാണിക്കണ്ടായിരുന്നു തമ്പുരാൻ. ഇത് ചതിയാണ്. അതേടോ ജസ്റ്റിസേ, ഞാൻ നീചനാ. ആ നീചത്തരം കൊണ്ടാ ജസ്റ്റിസ് മാധവൻ നായർക്ക് ഇന്നൊരു മാന്യത ഉണ്ടായത്, അന്തസ്സുള്ളൊരു കുടുംബം ഉണ്ടായത്. പകരം ഈ ചെമ്പേരി തമ്പുരാൻ പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ അന്ന് തീരുമായിരുന്നു മാധവൻ നായർ. എനിക്കും ചെമ്പേരി തറവാട്ടിനും ഉള്ളതിനേക്കാൾ തൂക്കം നിങ്ങൾക്കും നിങ്ങളുടെ തറവാട്ടിനും മനസ്സിൽ കൽപ്പിച്ച് തന്നതുകൊണ്ട് ആ കുഞ്ഞു ചത്തുപോയി എന്ന് ഞാൻ പറഞ്ഞു. ചത്തത് തന്നെയാ. ഇന്ന് വരെ അവൾ അറിഞ്ഞിരുന്നില്ല അച്ഛൻ ആരാണ്. പറഞ്ഞ വാക്ക് പാലിക്കണോ ഈ ചെമ്പേരി തമ്പുരാൻ? നാളെ സൂര്യോദയത്തിനൊപ്പം കേൾപ്പിക്കട്ടെ അവളുടെ മരണവാർത്ത. വേണ്ട, ഒന്നും ചെയ്യരുത്.
ഇപ്പോഴുള്ള തെറ്റുകൾക്ക് എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് അറിയാതിരിക്കുക ഞാൻ. കൂടുതൽ പരീക്ഷിക്കരുതെന്നെ. എങ്കിൽ ചെല്ല. കാവ്യ കള്ളം പറഞ്ഞാണെന്ന് പറഞ്ഞാൽ മതി നളിനിയോടും മക്കളോടും. അവളെ കൊണ്ട് ഞാൻ അങ്ങനെ പറയിച്ചോളാം. നളിനി വിശ്വസിക്കുമായിരിക്കും, ഒരു പക്ഷേ മക്കളും വിശ്വസിച്ചേക്കും. പക്ഷെ ഞാൻ എങ്ങനെയാ തമ്പുരാൻ ജസ്റ്റിസ് മാധവൻ നായരുടെ പേരും പെരുമയും ഒക്കെ ഒരു നിമിഷം കൊണ്ട്? ചതിയനല്ലേ ഞാൻ, കൊള്ളരുതാത്തവളല്ലേ ഞാൻ. നീതിശാസ്ത്രത്തിന്റെ കാവൽക്കാരനായതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നതാ. എടോ, ജീവിത ഇരുളും വെളിച്ചവും ഉള്ളതാ ആരുടെ? വലിയവ സ്വന്തമാവാൻ ചെറുതിനോട് കണ്ണടക്കിയ നിവൃത്തിയുള്ളൂ. ജസ്റ്റിസിന്റെ കുടുംബമായി പോവരുത്, അതേക്കുറിച്ച് ചിന്തിക്കാവൂ. കാറ് നളിനി കൊണ്ടുപോയില്ലേ? ഞാൻ കൊണ്ടുപോയി വിടാം. വേണ്ട, അല്പം നടക്കാം. കാലുറയ്ക്കുമെന്നറിയാലോ. കണ്ണുകൾ ഇറക്കി അടയ്ക്കാൻ പറ്റുമെങ്കിൽ, കാത് പൊത്താൻ പറ്റുമെങ്കിൽ ജസ്റ്റിസ് മാധവൻ നായർക്ക് ഇനിയും മാന്യനായി ജീവിക്കാം. അല്ലേ തമ്പുരാൻ? വല്ലാത്തൊരു നീറ്റലായിരുന്നു നിന്റെ ജന്മം. ഒരു പൊട്ടിത്തെറിയിലൂടെ അല്ലാതെ അത് പുറത്തെറിയിക്കാൻ പറ്റില്ല. ഇങ്ങനെ സംഭവിച്ചത് നന്നായിന്ന് കരുതിയാൽ മതി. ഇത്രയും കാലം ഒരേ ഒരാൾ മാത്രം അറിയുന്നതുകൊണ്ടാ ഇതുവരെ നീ പിഴച്ചവളുടെ മകളും അനാഥയുമായത്. ഇനി എല്ലാവർക്കും അറിയാം. ആർക്കും നിന്നെ നിഷേധിക്കാൻ പറ്റില്ല.
വിഷമായിട്ടുണ്ട് അച്ഛന്. ഇത്രയും വലിയൊരാള്. അർഹതയുള്ളവർ വേദനിക്കും. അതിനെക്കുറിച്ചിപ്പോ നീ ചിന്തിക്കണ്ട. ഇന്നലെ വരെ നിനക്ക് നിന്റെ അച്ഛനെ അറിയാം. ഇന്ന് നിന്റെ അച്ഛന് നിന്നെ അറിയാം. നീ സന്തോഷിക്കേണ്ട ദിവസമാ. എത്ര വിളിച്ചിട്ടും അമ്മ ഡോറ് തുറക്കുന്നില്ല. പപ്പയെ ഫോണിൽ വിളിക്കാന്ന് വെച്ചാ വേണ്ട, ഞാൻ വിളിക്കില്ല. പപ്പ, എന്താ സത്യം? ഞങ്ങൾക്കത് പപ്പയിൽ നിന്ന് തന്നെ അറിയണം. ഇത്രയും കാലം പപ്പ ഞങ്ങളെ ചതുക്കായിരുന്നോ? ഞങ്ങളോട് ചിരിച്ചതും കളിച്ചതും ഒക്കെ കളവായിരുന്നോ? പറ. പപ്പ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഏറ്റവും നല്ല ഫ്രണ്ടാ പപ്പയെന്ന്. കുടുംബത്തിന്റെ കാര്യങ്ങൾ, വരവ് ചിലവ് കണക്കുകൾ, ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പപ്പ നിർബന്ധിച്ചിട്ടുണ്ട്. വി ആർ ഫ്രണ്ട്സ് പപ്പ. പപ്പ അറിയാത്തൊന്നും ഞങ്ങളുടെ മനസ്സിലില്ല. പപ്പ പ്ലീസ്, പപ്പ പറഞ്ഞാ മതി ഒന്നുമില്ലാന്ന്, അവരെ അറിയില്ലാന്ന്. ഞങ്ങളുടെ പപ്പ ചീത്തയല്ലെന്ന് പറ പപ്പ, പറ പപ്പ. പപ്പ തെറ്റുകാരനാണ്. പക്ഷേ ആ തെറ്റിന് ഇങ്ങനെയൊരു ശിക്ഷ ബാക്കി കിടപ്പുണ്ടെന്ന് പപ്പ കരുതിയില്ല. ജസ്റ്റിസ് മാധവൻ നായർ നീതിമാനല്ല. ഇനി നിങ്ങൾക്ക് ശിക്ഷ വിധിക്കാം. We are not judges. ഞങ്ങൾക്ക് നിയമം അറിയില്ല. പക്ഷേ ഞങ്ങൾ പപ്പയെ സ്നേഹിച്ചിട്ടുണ്ട്, ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ഓർക്കാൻ പറ്റില്ല പപ്പ ഞങ്ങൾക്ക്. We hate you. ചതിയനാ പപ്പ, ചതിയൻ. സച്ചു, രണ്ടുപേരും കയറിപ്പോ. നോ മമ്മി, ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് പപ്പയോട്. ആരും ഒന്നും സംസാരിക്കണ്ട, പോകാനല്ലേ പറഞ്ഞത്. നളിനി, ക്ഷീണം ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാം. എനിക്ക് സംസാരിക്കണം തന്നോട്. നോ, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. മക്കളോട് പോകാൻ പറഞ്ഞത് മാധവൻ നായരുടെ മുഖത്ത് അവര് കാറി തുപ്പാതിരിക്കാനാ. എന്റെ മക്കൾ അങ്ങനെ വിലകിട്ടവരായി പോകാതിരിക്കാനാ. നളിനി,
ഹായ്. ആ. ബാലൻ എവിടുന്നാ? ഇവിടെ അടുത്തൊരു വായനശാലയുണ്ട്. അത് പൂട്ടണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പോയതാ. കുറച്ച് പുസ്തകങ്ങളുണ്ട്, പക്ഷെ വായിക്കാൻ ആളില്ല. രാവിലെ കയറി ഇരിക്കുന്നതാ മീറ്റിങ്ങിൽ. എന്താ ചെയ്യുക? ആ, ജസ്റ്റിസ് വന്ന് തിരിച്ചു പോയോ? പോയി. സത്യം പറഞ്ഞാ എനിക്കവിടെ ഇരുന്നിട്ട് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. സ്വന്തം അച്ഛൻ കൺമുമ്പിൽ നിൽക്കുകയല്ലേ, വല്ല അബദ്ധം കാണിച്ചു പോയാ. ബാല, എന്താ? അല്ല, ഉത്തര അദ്ദേഹത്തെ അച്ഛാന്ന് വിളിച്ചാൽ തന്നെ അത് അബദ്ധമാവുന്ന എങ്ങനെ? ദേ, ആവേശം കൊണ്ട് അബദ്ധമൊന്നും കാണിക്കല്ലേ. ചിറ്റയെ പുറത്തിറക്കി നടത്തിയതുപോലെ നിസ്സാരമായിട്ട് അവസാനിക്കില്ല അതൊന്നും. തിരയുടെ അവസ്ഥ എന്താ? കരച്ചില്ല? ഏയ്, സത്യത്തെ ജസ്റ്റിസിന്റെ ഈ വരവ് വേണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു വ്യക്തമല്ലാത്ത ചിന്തയായി മാത്രം അച്ഛനെന്ന വാക്ക് കിടന്നേനെ. ഇതിപ്പോ എന്തായാലും അച്ഛനെ കാണണമെങ്കിൽ തന്നെ ചെമ്പേരിന്ന് പുറത്തിറങ്ങിയിട്ട് മതി. അതിനു മുമ്പ് ഒന്നും വേണ്ടെന്ന് കാവ്യ പറഞ്ഞു മനസ്സിലാക്കണം. എന്നാ ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്.